ലൈഫ് സ്റ്റൈലും ഉണ്ടാകുന്ന മെയിൻ അല്ലേ? ചെവി പിടിച്ചപ്പോൾ തണുപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ തണുപ്പടിക്കുമ്പോഴും ചൂടടിക്കുമ്പോഴും ആന്റിനി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ തണുപ്പ് കാലത്ത് പോകുന്നവർ ചെവി മൂടും. നമ്മുടെ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്നവർ എന്ത് ചെയ്യും? ഇങ്ങനെയല്ലേ കെട്ടുക. അപ്പൊ എന്താ കൂടുന്നത്? ചെവിയാൻ പോകും. അപ്പൊ ചെവി മൂടിക്കഴിഞ്ഞാൽ തണുപ്പും അറിയില്ല, ചൂടും അറിയില്ല. ഇതാണ് ഏറ്റവും നല്ല മാർഗം. മിക്കവാറും റെസ്പിറേറ്ററി പ്രോബ്ലം, കോൾഡ്, കഫ്, ശ്വാസം മുട്ട്, അവരൊക്കെ വരുന്നവർ ചെയ്യേണ്ടത് ചെവി കവർ ചെയ്യലാണ്. ഒന്നും പറ്റൂല, ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇതിന് കുറേ നോസ്റ്റിൽസ്, ചിലർക്കൊക്കെ പറ്റും. കാരണം ഇതിനകത്ത് കുറേ രോമങ്ങളുണ്ട്. ഫസ്റ്റ് അത് ഫിൽട്ടർ ചെയ്യാറ്. അത് കഴിഞ്ഞ് പോകുന്ന നോസ്റ്റിൽസിലേക്ക് നമ്മുടെ ടെമ്പറേച്ചറിലേക്ക് പെട്ടെന്ന് മാറും. പെട്ടെന്ന് മാറും എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ബോഡി ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ഈ പുറത്തുള്ള എയർ ബോഡി ടെമ്പറേച്ചറിലേക്ക് മാറാൻ വലിയ മാറ്റം സമയമൊന്നും വേണ്ട. അതല്ലെങ്കിൽ നമ്മൾ തണുപ്പുള്ള കാലത്തൊക്കെ എത്രയോ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതൊന്നും ചെയ്യാൻ നമ്മൾ ഇതിന് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഹീറ്റ് ചെയ്തിട്ടൊന്നും ഉള്ളിലേക്ക് വിടാൻ പറ്റില്ല. അല്ല, കുറച്ച് മാറ്റം ഉണ്ടാവും, എന്തായാലും മാറ്റം ഉണ്ടാവും, എന്തായാലും കുറച്ച് മാറ്റം ഉണ്ടാവും. കാരണം കുറച്ചും കൂടി ആ ടെമ്പറേച്ചർ മാറ്റും, ചൂട്. പക്ഷെ സാധാരണഗതിയിൽ ടെമ്പറേച്ചർ കൺട്രോൾ, ബോഡി ടെമ്പറേച്ചർ മാറ്റുന്നത്, ഈ ബോഡി ടെമ്പറേച്ചർ മാറിയില്ല എന്ന് വിചാരിക്കുക, അപ്പൊ ഈ ശ്വാസം എടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ബോഡി ടെമ്പറേച്ചറിന്റെ കൺട്രോളിലേക്ക് വരും. അത് ചൂടാവുമ്പോഴും തണുപ്പാവുമ്പോഴും ബോഡി ടെമ്പറേച്ചറിലേക്ക് മാറ്റും നമ്മുടെ ഓക്സിജൻ. ഇനി അത് കുറച്ച് കൂടുതലായാലും കുറവായാലും ഒന്നും ഉള്ളിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒന്നും ബാധകമല്ല. ഈ ചൂടും തണുപ്പും ഒക്കെ അറിയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ മിക്കവാറും തലയ്ക്ക് മാത്രം. നമ്മൾ നല്ല ചൂടുവെള്ളം കൈ കൊണ്ട് എടുത്തിട്ട് മുഖം കഴുകുമ്പോൾ കൈ പൊള്ളില്ല, മുഖം കഴുകുള്ളൂ. കാരണം ഇത് വളരെ സോഫ്റ്റ് ആണ്, ഇത് അത്ര സോഫ്റ്റ് അല്ല. ഒരു തൊട്ട് നോക്കുമ്പോൾ നമുക്ക് തൊട്ട് നോക്കാമല്ലോ, അതിന് വലിയ ചൂടൊന്നും ഇല്ലാന്ന് തോന്നും. പക്ഷെ ഒഴിക്കുന്ന സമയത്ത് മുഖത്ത് അങ്ങനെ ഒഴിക്കില്ലല്ലോ. അപ്പൊ കൈക്ക് വലിയ ഏറ്റവും കഴിവുള്ളൊരു സാധനം ഈ കൈയാണ്. നിങ്ങൾ എത്ര വൃത്തികെട്ട സാധനം തൊട്ടാലും, എത്ര നല്ല സാധനം തൊട്ടാലും ഉടനെ കഴുകി എത്ര ക്ലീൻ ആവില്ല അല്ലേ? പെയിന്റ് അടിച്ചാലും, പെയിന്റ് അടിച്ചിട്ടുള്ള പെയിന്റ് പറ്റിയാലും നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ബ്രഷോ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ലോകത്തുണ്ടോ ഇത്ര എളുപ്പം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ആലോചിച്ചു അല്ലേ? നമ്മളിപ്പോൾ അതേ സാധനം ക്ലീൻ ചെയ്യാൻ പറ്റി ഒരു ബ്രഷ് ഉപയോഗിച്ചതായിരിക്കും, ആ ബ്രഷ് കേടായിരിക്കും, പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കൈ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ സ്കിന്നിന് അങ്ങനെ ഒരു കഴിവുണ്ട്. അപ്പൊ നമ്മുടെ കൈക്ക് ചൂടെടുക്കാനും തണുപ്പെടുക്കാനും ഒക്കെ കഴിവുണ്ട്. ഇതല്ല, അത് മുഖത്തടിക്കുമ്പോഴത്തേക്കും വല്ലാണ്ട് എഫക്ട് ചെയ്യും. അതായത് ഈ ഇവിടുത്തെ സ്കിന്നിന് മാത്രമേ പ്രത്യേകത ഉണ്ടല്ലോ, കൈയുടെ ഹാൻഡ്സ്. അതുകൊണ്ടല്ലേ നമ്മൾ തൊടുമ്പോൾ നമ്മൾ ഇത് തൊടുന്ന പോലെ അല്ല ഇത് തൊടുമ്പോൾ, തൊട്ടും കേട്ട രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഫീലിംഗ് വ്യത്യാസമില്ല. കാരണം ഇത് ഫീലിംഗ് ഉണ്ട് അല്ലേ? അല്ലാത്ത ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ തൊടുമ്പോൾ എന്തൊരു സുഖമാണ്, നമുക്ക് തന്നെ ഇങ്ങനെ തൊട്ടാ സുഖം ഉണ്ടാവും. ഇത് വേറെന്തോ ആരോ തൊടുന്ന പോലെ തോന്നും. നമ്മുടെ കൈ എന്ന് പറയുന്നത് ഇതാണ്, ഉള്ളം കൈയിലാണ്. അത് ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള സാധനം, ഹൈലി എനർജറ്റിക്. അത് ഫീലിംഗ്, വല്ലാത്ത ഫീലിംഗ്. കൈ കൊണ്ട് തൊടുന്ന സമയത്ത് നമുക്ക്, കാരണം ഇത് ഓറയാണ്, ഇത് ഓറയാണ്, ഇത് ഓറയാണ്. ഈ ഓറ കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഓറ മെഷർ ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും.